നിലമ്പൂരിൽ നിന്നും MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ വ്യക്തിയാണ് PV അൻവർ. ഇടതുപക്ഷവുമായുള്ള അഭിപ്രായ വ്യത്യാസം അത് ശക്തമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ തോതിൽ പ്രതിപക്ഷത്തിന് ഗുണകരമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. നിലമ്പൂരിൽ ആര് തന്നെ UDF സ്ഥാനാർത്ഥിയായിരുന്നാലും അവർക്ക് നിരുപാധിക പിന്തുണയായിരിക്കും താൻ നൽകുക എന്ന് തുടക്കത്തിലെ തന്നെ അൻവർ പറഞ്ഞത് UDF ഇരുകൈയും നീട്ടിയാണ് സ്വാഗതം ചെയ്തത്. എന്നാൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധിയായ ആരോപണങ്ങൾ MLA ആയിരുന്ന കാലഘട്ടത്തിൽ PV അൻവർ സതീശനെതിരെ നടത്തിയിട്ടുണ്ട്. നിരവധിയായ അഴിമതി കഥകൾ പെരുപ്പിച്ചുണ്ടാക്കാൻ PV അൻവർ ശ്രമിച്ചപ്പോൾ അതിന് എതിരെ പരസ്യമായി മാപ്പ് പറയാനും അദ്ദേഹം തയ്യാറായി. ഇതെല്ലാം പ്രതിപക്ഷ നേതാവിനെ തളർത്താൻ വേണ്ടി മനഃപൂർവ്വമായി തന്നെ ചുമതലപ്പെടുത്തി പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു എന്ന് തുറന്നടിക്കാനുള്ള മനസ്സ് കാണിച്ചതിലാണ് VD സതീശൻ PV അൻവറിനോട് ക്ഷമിച്ചത്. എന്നാൽ അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി K മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ സജീവമായിരുന്നെങ്കിൽ തീർച്ചയായും UDFിൽ ലയിപ്പിച്ചനെ എന്നുള്ളതാണ്. എന്നാൽ അൻവറിൻ്റെ ആവശ്യം നിലമ്പൂർ സീറ്റൊന്നുമല്ല. ഏതെങ്കിലും ഒരു സീറ്റ് UDFിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുക്കുക എന്ന ആവശ്യമാണ്. ഒന്നിലധികം സീറ്റ് നൽകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അൻവറിനുള്ളതെങ്കിലും ഒരു സീറ്റായിരുന്നാലും തൽക്കാലം മുന്നണിയിൽ കയറിപ്പറ്റുക എന്ന ആവശ്യം മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ മത്സരിക്കാനും അവിടെ സ്വാധീനം നിലനിർത്താനുമായിരുന്നു അൻവറിൻ്റെ ആഗ്രഹമെങ്കിൽ ഒരിക്കലും ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയെങ്കിൽ പോലും മത്സരിക്കാതെ മാറി നിൽക്കില്ലായിരുന്നു. അപ്പോൾ അൻവറിൻ്റെ ആഗ്രഹം വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന ഓഫർ രാജ്യസഭാ സീറ്റാണ്. ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിൽ ബംഗാളിൽ നിന്നും ലോക്സഭ വഴി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി PV അൻവർ ഉണ്ടാകും എന്നതാണ് അവർ കൊടുക്കുന്ന ഉറപ്പ്. അതിന് പകരമായി ദക്ഷിണേന്ത്യയിൽ അൻവറിന് കൺവീനർ സ്ഥാനം ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. അൻവറിന് കിട്ടിയിരിക്കുന്ന ഒരു മഹാഭാഗ്യമാണ് എന്നുള്ളത് UDF നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം കാര്യമായി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് ചില മേഖലകളിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറനാട് നിയോജക മണ്ഡലത്തിനകത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നിലമ്പൂരിൽ വരുന്ന മേഖലയിലും വലിയ സ്വാധീനം ചെലുത്താൻ ഇപ്പോഴും അൻവറിന് ശേഷിയുണ്ട്. 2011 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് 40,000-ത്തിലധികം വോട്ട് ഏറനാട് മണ്ഡലത്തിൽ നേടിയെടുത്ത വ്യക്തിയാണ് അൻവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീന ശക്തിയെക്കുറിച്ച് ചെറുതായി കാണാൻ UDF ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൽ അൻവറിൻ്റെ സ്ഥാനം വീണ്ടും സുഭദ്രമായി ഇരിക്കാനുള്ള പ്രധാന കാരണം.